കുറച്ച് കാര്യായിട്ടുള്ള തീറ്റയുണ്ട് ഇന്ന്. ഏഹ്. അപ്പൊ അയിനായിട്ട് ഉച്ചക്ക് വീട്ടീന്ന് വണ്ടി എടുത്തിറങ്ങി. ഏകദേശം ഒരു 38, 40 കിലോമീറ്റർ ദൂരം ഈട തിന്നാനായിട്ട് യാത്ര ചെയ്തിട്ടുണ്ടാവും. ഒരു 1:15 ആകുമ്പോ ഇവിടെ എത്താന്നായിരുന്നു ആദ്യത്തെ എൻ്റെ പ്ലാൻ. പക്ഷേ ഇവിടെ എത്തിയത് ഞാനൊരു 1:45 ആകുമ്പളാ. രാവിലത്തെ കാര്യമൊന്നും അങ്ങനെ വിചാരിച്ച പോലെ എളുപ്പമാവാത്തോണ്ട് 2, 3, 4 തവണയായിട്ട് കാര്യം നടത്തേണ്ടി വന്നിന്. അങ്ങനെയാണ് ശരിക്ക് പറഞ്ഞാല് ലേറ്റ് ആയത്. അങ്ങനെ ഈടെ എത്തി ഇലയിട്ട് ചോറ് വിളമ്പി 2 കുഴി കുഴിച്ച് ചോറിൻ്റെ സൈഡിൽ സൈഡ് ഐറ്റംസ് എല്ലാം വിളമ്പി അതിൻ്റെ ഇടക്ക് കൈ കഴുകാൻ മറന്നുപോയിനപ്പാ. അപ്പോൾ അവിടെ പോയിട്ട് എണീച്ചിട്ട് കൈയും കഴുകിയിട്ട് തിരിച്ച് വന്ന് ഇരുന്നേ. അപ്പോൾ എന്തൊക്കെയാണ് ഇലയിൽ ഉള്ളതെന്ന് പറഞ്ഞുതരാം. പപ്പടമുണ്ട്, പച്ചടിയുണ്ട്, ഇടിച്ചക്കേൻ്റെ വറവുണ്ട്, പൈനാപ്പിൾ അച്ചാറുണ്ട്, മീൻ പൊരിച്ചയുണ്ട്, കൂന്തലുണ്ട്, പിന്നെ ബീഫുണ്ട്. അത് രണ്ടും ഇലേൻ്റെ സൈഡിലാണ്. പിന്നെ രസവും ഉണ്ട് കേട്ടോ. ഇലേൻ്റെ സൈഡിൽ ഇനി അങ്ങനെ സ്ഥലമൊന്നുമില്ല. പക്ഷേ ഞാൻ കുറച്ച് സ്ഥലം ഉണ്ടാക്കിയിട്ട് ആ ബീഫ് എടുത്തിട്ട് നൈസായിട്ട് അവിടെ തട്ടി അവിടെ വെച്ചേ. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള ചെറുനാരങ്ങയില്ലേ, അതെടുത്തിട്ട് ആ ബീഫിൻ്റെ മേലെ നല്ലോണം അങ്ങോട്ട് പീഞ്ഞ് എന്നിട്ടൊരു ചെറിയ കഷ്ണം ബീഫ് ഇതാ ഇങ്ങനെ എടുത്തിട്ട് ഉം. ബീഫ് എങ്ങനെയുണ്ട് എന്നെല്ലാം പറയാം. അതിന് മുമ്പായിട്ട് ചൂട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഈ കൂന്തലൊന്ന് കഴിച്ച് നോക്കട്ടെ. കൂന്തൽ ഞാൻ മീൻകറി കൂട്ടി വെച്ച് ചോറിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ടാണ് കഴിച്ചത്. മീൻകറി പോരപ്പാ. ഇനി ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ച് പോയോണ്ടാണെന്നൊന്നും അറിയില്ല. എന്തായാലും ആ പ്രതീക്ഷക്കൊത്ത് ഉയർന്നിട്ടില്ല. ഒരു സാധാരണ മീൻകറിയായിരുന്നു. ഇനി എടുത്ത ഈ ബീഫ് ഇതെങ്ങനെയുണ്ടെന്ന് ചോദിക്കുവാണെങ്കിൽ സാധനം നല്ല സോഫ്റ്റാ. പിന്നെ നല്ല നാടൻ രീതിയിൽ നല്ല കുരുമുളകിൻ്റെ ആ ഒരു കുത്തെല്ലാം വരുന്ന ബീഫില്ലേ, അതാണ് ഐറ്റം. അതും അതിൻ്റെ കൂടെ ഒരു കഷ്ണം ഉള്ളിയും വെച്ചിട്ട് ചോറിൻ്റെ കൂടെ കൂട്ടി അങ്ങോട്ട് പിടിച്ചേ. ബീഫ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മറ്റേ കൂന്തലിനേക്കാളും അത്രയും അടിപൊളിയായിട്ട് തോന്നിയത് ഇവിടുത്തെ ബീഫ് തന്നെയാണ്. പിന്നെ മീൻ പൊരിച്ച് ഞാൻ വാങ്ങിച്ചത് വരാലില്ലേ, വരാലാണ്. ഇത് നമ്മളെ വീട്ടിലൊന്നും ഒരിക്കലും മേടിക്കാത്ത മീനാണ്. അതുകൊണ്ട് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇവിടുന്ന് കഴിച്ചിട്ട് എനിക്കിഷ്ടമായി. ബീഫിന് റേറ്റ് വരുന്നത് 90 റുപ്യാണ്. മറ്റേ വരാലിന് 70 റുപ്യാണ്. പിന്നെ കൂന്തലിന് വരുന്നത് 100 റുപ്യ. ബീഫ് ഫ്രൈ ഉള്ളി ഒരു ഭയാനകമായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെ. പിന്നെ ചോറിൻ്റെ കൂടെ സൈഡ് ആയിട്ടായിട്ട് വന്ന ആ ഇടിച്ചക്കയില്ലേ, അത് വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ. ഏതാണ് ഇവിടുന്ന് കഴിച്ചിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വരാൽ ഫ്രൈയും പിന്നെ ബീഫും. ചോറ് ഒരു ആവറേജ് ആയിരുന്നു. ഈ രസമെല്ലാം തീരെ പോരേനു. 60 രൂപയാണ് ഇവിടുത്തെ ചോറിൻ്റെ റേറ്റ് കേട്ടോ. അപ്പോൾ ആകെ മൊത്തത്തിൽ എനിക്ക് വന്ന ബില്ല് 320 റുപ്യ. ഇവിടുത്തെ റൈസ് മറ്റേ കുറച്ച് നീണ്ട ടൈപ്പ് കുത്തരിയേനു. എനിക്ക് പിന്നെ അങ്ങനത്തെ റൈസൊന്നും ഇഷ്ടമല്ല. ചിലപ്പോൾ അതുകൊണ്ടാണോന്ന് അറിയില്ല. മീൽസ് എനിക്കൊരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് ഇരിട്ടി ശ്രീകണ്ഠാപുരം റോഡിൽ പെരുമ്പറവുള്ള സാനിയ ഹോട്ടലാണ്, അഥവാ സന്തോഷ് ഏട്ടൻ്റെ ഹോട്ടലാട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് മറ്റേ കൂർഗ് സൈഡിലേക്കുള്ള റോഡില്ലേ, നമ്മളെ കൂട്ടുപുഴ റോഡ്, അതിലൂട്ടെല്ലാം കുറച്ച് നേരം കറങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു സ്പോട്ടിൽ ചായ കുടിക്കാൻ കയറി. സമയം ചോദിക്കുന്നതാണെങ്കിൽ ഏകദേശം ഇപ്പോൾ ഒരു 4:15, 4:30 എല്ലാം ആയിട്ടുണ്ടാവും. ലൈറ്റായിട്ട് ഒരു ഗ്ലാസ് ചൂട് ചായ ഒരു ചൂട് നെയ്പ്പത്തലും കഴിക്കാന്നേനു ഇവിടെ കയറുമ്പോൾ എൻ്റെ തീരുമാനം. പക്ഷേ ഇവിടെ കയറിയതിന് ശേഷം കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയിനപ്പാ. കുറച്ചധികം ഐറ്റംസ് കഴിച്ച് പോയിന്. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ബീഫ് ലിവറാണ്. സ്വയംഭം സാധനം കേട്ടാ. അല്ല, ചുരം കയറിയിട്ട് കഴിയുമ്പോൾ വിശപ്പ് കൂടുമായിട്ടും ചെയ്യോളി. ഏ തമാശ പറയുന്നല്ല. ചുരം കയറുന്ന സമയത്ത് എനിക്ക് വലിയ വിശപ്പൊന്നും ഉണ്ടായില്ല. പക്ഷേ തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്കും എന്തെന്നാ മോനെ വിശപ്പ്. ദോശയും പുട്ടും നെയ്പ്പത്തലും പൊറോട്ടയും പൂരി എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ ബീഫില്ലേ, എൻ്റെ അമ്മോ, എന്തെന്നാ മോനെ സാധനം എന്നറിയാം. ഒരു രക്ഷയുണ്ടായിട്ടില്ലേ. അത് ദോശേൻ്റെ കൂടെ കഴിച്ചു നോക്കി. അതിന് ശേഷം ഈ മുരിഞ്ഞ നെയ്പ്പത്തലിതാ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഈ ബീഫില്ലേ അതിൻ്റെ കൂടെ മെല്ലെ അങ്ങോട്ട് ചേർത്ത് പിടിച്ചേ. ഊഫ് ഒരു രക്ഷയില്ല കേട്ടാ ഈ ബീഫ്. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഈ അടുത്ത കാലത്തൊന്നും അത്രയും നല്ലൊരു ബീഫ് കഴിച്ചിട്ടില്ല. ഇത് ഇവിടുത്തെ പോത്തില്ലേ, പോത്ത്, അതിൻ്റെ എല്ല് കറിയാ. ഈ ചൂട് മുരിഞ്ഞ നെയ്പ്പത്തിലില്ലേ, അത് പോത്തിൻ്റെ എല്ല് കറീൻ്റെ എല്ലിൻ്റെ അറ്റത്ത് കുറേ കഷ്ണലുണ്ടാവും. അതിൻ്റെ കൂടെ ചേർത്തിട്ട് കഴിച്ചു നോക്കിയേ, എന്തെന്നാടാ ടേസ്റ്റ്. എനിക്ക് മതിയായിട്ടില്ല മക്കളെ അത് കഴിച്ചിട്ട്. പിന്നെ എൻ്റെ തടി കേടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അധികം കഴിക്കാണ്ടിരുന്നത്. അതിന് ശേഷം BDFലേക്ക് കൈവച്ച് കേട്ടാ. സാധനം ഓവറായിട്ട് ഫ്രൈ ആയിട്ടില്ല, കറക്റ്റ് ക്രിസ്പിയാണ്. മസാലേൻ്റെ ഫ്ലേവറെല്ലാം ഓൺ പോയിൻ്റ് ആണ്. ഒരു രക്ഷയില്ലാത്ത BDF കേട്ടാ. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ BDF കഴിക്കുന്നത്. ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല, സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് ശേഷം ഒരു ഗ്ലാസ് ചൂട് ചായ 2-3 സിപ്പ് എടുത്തതിന് ശേഷം നെക്സ്റ്റ് ഐറ്റത്തിലേക്ക് കൈവച്ചേ. നല്ല ചൂട് ഇങ്ങനെ പൊന്തി വന്നിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള പൂരിയില്ലേ, പൂരിയും
കാട മസാലയുണ്ട്. കാട മസാലയും കൂടെ ഒന്ന് കഴിച്ച് നോക്കി. ഈ മസാലേൻ്റെ ഫ്ലേവർ എനിക്കെന്തോ ഭയങ്കര ഒരു ഓർഡിനറി ആയിട്ടാ തോന്നിയത്. എടുത്ത് പറയാൻ മാത്രമൊന്നുമില്ല. പിന്നെ ഈ കാടയും ഒരു ആവറേജ് ആയിരുന്നു കേട്ടോ. പക്ഷേ പൂരി ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എന്നിട്ട് നെക്സ്റ്റ് ആയിട്ട് ഇവിടുന്ന് കഴിച്ചത് ഇവരെ ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ്. ചിക്കൻ പരട്ട് എന്ന് പറയുന്ന ദാ ഈ ഐറ്റം. കാട മസാല കഴിച്ചിട്ട് ഇഷ്ടപ്പെടാത്ത ആ ഒരു ക്ഷീണോ ഈലങ്ങോട്ട് മാറിക്കിട്ടി. നല്ല ടേസ്റ്റ് ഉണ്ടെടാ ഇത്. നല്ല അടിച്ച് സെറ്റാക്കിയിട്ടുള്ള നല്ല മൈദ പൊറോട്ടയില്ലേ ഇങ്ങനെ പുക പോകുന്ന അതിൻ്റെ കൂടെ കിട്ടണം. ഒരു രക്ഷയും ഉണ്ടാവില്ല കേട്ടാ. പിന്നെ പുട്ടിലേക്ക് കൈവച്ചേ. പുട്ട് അനക്ക് സെർവ് ചെയ്ത് തരാൻ നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ കഴിക്കാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് തണിഞ്ഞു പോയിനെ. പിന്നെ ഞാൻ എ സിയിലാണ് ഇരുന്നതും. പുട്ടിലോട്ട് ആ ചെറുതായിട്ട് എരിവുള്ള ചിക്കൻ പരട്ടില്ലേ അത് കൂട്ടിക്കുഴച്ച് എന്നിട്ട് ചൂട് ചായൻ്റെ സിപ്പ് ഒരു തവണ എടുത്ത് പുട്ട് കഴിച്ച്. പുട്ട് കഴിച്ച് ചൂട് ചായൻ്റെ സിപ്പ് ഒരു തവണ എടുത്ത്. അങ്ങനെയാണ് ഞാൻ കഴിച്ചത്. പിന്നെ ആ കാടേൻ്റെ കറി ഉണ്ടല്ലോ അത് അങ്ങനെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെയും കുറച്ചും കൂടെ ഞാൻ പുട്ടിലേക്ക് ഒഴിച്ച് എന്നിട്ട് ആ ബീഫിൻ്റെ ലിവർ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് വെച്ചിട്ടും കഴിച്ചിന്. ആ ബീഫിൻ്റെ ലിവർ വെച്ചേരോ കാടേൻ്റെ കറി വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് മട്ടന്നൂർ ഇരിട്ടി റോഡിൽ 19-ാം മൈലിലുള്ള ഷാറാസ് ഫാസ്റ്റ് ഫുഡാണ്. തൊട്ടപ്പുറത്ത് തന്നെ അവരൊരു മന്തീൻ്റെ കടയുണ്ട് കേട്ടോ. അങ്ങനെ ആടുന്ന് അതെല്ലാം കഴിച്ച് ബില്ല് കൊടുത്തിറങ്ങി. എന്നിട്ട് നേരെ ഞാൻ വീട്ടിലേക്ക് പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് രാത്രി ഒന്ന് തലശ്ശേരിയിലേക്ക് പോയേ. ഇത് നമ്മളെ നിസാർ ഖാൻ്റെ ജ്യൂസ് കടയാണ്. ലോഗൻസ് റോഡിലുള്ള. ആടെ പിന്നെ റോഡെല്ലാം കയറുന്നതുകൊണ്ട് ഇവിടെ വലിയ തിരക്കില്ല. അങ്ങനെ ഇവിടെ വന്നിട്ട് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു ബ്ലാക്ക് റൈസൻസ് ഇല്ലേ നമ്മളെ കറുത്ത മുന്തിരി അതിൻ്റെ ഒരു ഷേക്കും കുടിച്ചിന് വിത്തൗട്ട്. പിന്നെ ഞാൻ പറഞ്ഞ നിസാർ ഖാനോട് എന്തെങ്കിലും കടിക്കാൻ അതിൻ്റെ അകത്ത് ഇട്ടോന്ന് പറഞ്ഞേരം നിസാർ ഖാൻ അതിൻ്റെ അകത്ത് ആൽമണ്ട് ഇട്ട് കാഷ്യൂ ഇട്ട് കേട്ടോ. സംഭവം കൊള്ളായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് ഹീമോഗ്ലോബിനെല്ലാം കൂടട്ടെ അല്ലേ. കുറേ കാലം ഭക്ഷണം കഴിക്കേണ്ടതല്ലേ. അപ്പം ശരി.